അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 55 പേർ ഇടം പിടിച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് AICCയിൽ നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പട്ടിക വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പട്ടിക അനുസരിച്ച് 55 പേരടങ്ങുന്ന പട്ടികയാണ് വന്നിരിക്കുന്നത്. 55ാമത്തെ പേരായി ലിസ്റ്റിലുള്ളത് കോവളത്ത് M. വിൻസെന്റ് മത്സരിക്കുമെന്നും 1ാമത്തെ പേര് ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ പേരുമാണുള്ളത്. അങ്ങനെ 55 പേരടങ്ങിയ പട്ടിക കോൺഗ്രസ് ഒടുവിൽ മാരത്തൺ ചർച്ചകൾക്ക് ശേഷം വന്നിരിക്കുന്നു. ഈ പട്ടികയിൽ ഇപ്പോൾ തൊട്ടു മുൻപ് നമ്മൾ സംസാരിച്ച എൽദോസ് കുന്നപ്പള്ളിയുടെ പേരില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് നേരിടുമെന്ന് ചോദിച്ചാൽ അത് അബ്ദുൾ റഷീദാണ് അദ്ദേഹത്തെ നേരിടുക. തലശ്ശേരിയിൽ KP സജു, പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്നെ മത്സരിക്കും. നേരത്തെ പേരാവൂരിൽ സണ്ണി ജോസഫിനെ മാറ്റണം, അവിടെ മറ്റാരെങ്കിലും മത്സരിപ്പിക്കാൻ നിർദ്ദേശിക്കണം എന്ന രീതിയിലുമൊക്കെ വാർത്തകൾ പ്രചരിച്ചതാണ്. പക്ഷേ ആ പ്രചരിച്ച വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. പട്ടിക വരുമ്പോൾ പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്നെയാണ് മത്സര രംഗത്തുള്ളത്. KK ശൈലജ, സണ്ണി ജോസഫ് ചൂടേറിയ പോരാട്ടമായിരിക്കും പേരാവൂരിൽ നമുക്കിനി ദൃശ്യമാകാൻ പോവുക. മാനന്തവാടിയിൽ MS ഉഷാ വിജയനും സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനും മത്സരിക്കും. IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും വിമത ശബ്ദങ്ങളൊക്കെ ഉയർന്നതാണ്. പ്രാദേശിക എതിർപ്പുണ്ടായിരുന്നതാണ്. വിജയന്റെ മരുമകൾ, മരണപ്പെട്ട DCC പ്രസിഡന്റ് വിജയന്റെ മരുമകളൊക്കെയും രംഗത്ത് വന്നതാണ്. അപ്പോൾ അതിനൊന്നും വകവച്ചില്ല. IC ബാലകൃഷ്ണൻ തന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുക. കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് T. സിദ്ദിഖ് തന്നെ മത്സരിക്കും. നാദാപുരത്ത് KM അഭിജിത്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ മത്സരിക്കും. ബാലുശ്ശേരിയിൽ VT സൂരജാവും മത്സരിക്കുക. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് നോർത്തിലേക്ക് അഡ്വക്കേറ്റ് K. ജയന്ത്, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, വണ്ടൂരിൽ AP അനിൽകുമാർ, തവനൂരിൽ VS ജോയി, പൊന്നാനിയിൽ നൌഷാദ് അലി, തൃത്താലയിൽ VT ബൽറാം, കോങ്ങാട് KA തുളസി, മലമ്പുഴയിൽ A. സുരേഷ്, പാലക്കാട് രമേശ് പിഷാരടിയാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായി വരുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി ഒക്കെ മത്സരമായിരിക്കും അവിടെ നടക്കുക. തരൂരിൽ KC സുബ്രഹ്മണ്യൻ, ചിറ്റൂരിൽ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, നെന്മാറയിൽ T. തങ്കപ്പൻ തുടങ്ങി നിരവധി പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരത്തിനാൽ നമുക്കിപ്പം ഡൽഹിയിൽ ചേർന്നു. ശരത്ത്, അങ്ങനെ ഒടുവിൽ ആ പട്ടിക വന്നു. അതെ, ഒടുവിൽ പട്ടിക വന്നു. 52 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ പട്ടിക വന്നിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട MP-മാർ ആരുടെ പേരും തന്നെ പട്ടികയിലില്ല. അതായത് അടൂർ പ്രകാശിൻ്റെയോ അല്ലെങ്കിൽ MK രാഘവൻ്റെയോ അല്ലെങ്കിൽ K. സുധാകരൻ്റെയോ ഒന്നും പേര് ആദ്യഘട്ട പട്ടികയിലില്ല. നിലവിലുള്ള MLA-മാരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പട്ടികയിലില്ല. വളരെ പ്രധാനപ്പെട്ട പാലക്കാട് സിനിമാ താരത്തെ രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാലുശ്ശേരി വിട്ടുകൊടുക്കാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ ബാലുശ്ശേരിയിൽ പ്രവീണും അതേപോലെ തന്നെ അഭിജിത്തും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തമായി. വട്ടിയൂർക്കാവിൽ പറഞ്ഞ പോലെ K. മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ചിറിയൻകീഴിലാണ്. രമ്യ ഹരിദാസ് നേരത്തെ തന്നെ അതേപോലെ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര പരാജയപ്പെട്ട രമ്യ ഹരിദാസ് ചിറിയൻകീഴിൽ വെച്ച ജനവിധി തേടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആലുവയിൽ അൻവർ സാദത്ത് തന്നെ തുടരുമെന്നുള്ളതാണ്. എറണാകുളത്ത് TJ വിനോദ്, തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ വരുന്നു. എന്നാൽ തൃപ്പൂണിത്തറ സംബന്ധിച്ച ഈ പട്ടികയിൽ തൃപ്പൂണിത്തറയില്ല. തൃപ്പൂണിത്തറയും അതേപോലെ പാലക്കാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറയിൽ നമ്മൾ സ്ഥാനാർത്ഥിയുണ്ടോ എന്നുള്ള അവരുടെ കരുനാഗപ്പള്ളി CR മഹേഷും ഇത്തവണയുണ്ട്. കൊട്ടാരക്കര ഐഷ പോറ്റിയുടെ പേരും നേരത്തെ തന്നെ അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞതാണ്. അതുപോലെ മലമ്പുഴയിൽ സുരേഷ്, അതായത് VS അച്യുതാനന്ദന്റെ സഹന്തചാരി VS അച്യുതാനന്റെ കൂടെ നിഴലായിരുന്ന സുരേഷ് ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് അംഗത്വം എടുത്തത്. അതുപോലെ തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒന്നും സ്ഥാനാർത്ഥി പട്ടിക ഇടം പിടിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും എല്ലാം ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുള്ള ഒരു പട്ടിക എന്ന് വേണം പറയാൻ. വിവാദ വിഷയങ്ങളായ പട്ടികകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. 55 പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ടത് K. മുരളീധരൻ വട്ടിയൂർക്കാവ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ VT ബൽറാമുണ്ട്. ഒറ്റ പേരുകളായി വന്ന പേരുകളാണ് ഇതിൽ പലതും എന്ന്